ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോ എന്തെങ്കിലും നൽകിയിട്ട് ജോലിപരമായിട്ടുള്ള തിരക്കുകളുടെ ഭാഗമായിട്ടാണത്. ഇന്ന് പ്രധാനമായിട്ടും എൻ്റെ ബുക്സിൻ്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മെസ്സേജസ് ഫ്രം ദ സ്പിരിച്വൽ ടു സൈക്കിക് മീഡിയം തെരേസ, ഡയറി ഓഫ് എൻ ഇന്ത്യൻ സൈക്കിക് മീഡിയം, അൺവെയിലിംഗ് മെസ്സേജസ് ഫ്രം ദ സ്പിരിച്വൽ വിത്ത് എവിഡൻസ്. അപ്പോൾ ഈ ഒരു ബുക്ക് അതിൻ്റെ മലയാളം പതിപ്പാണ് സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള മലയാളം ബുക്ക് ഇതുവരെയും വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ആദ്യ ഭാഗം വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പം നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. രണ്ടാമത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഐ ആം ലില്ലി. അതിൻ്റെ ഇംഗ്ലീഷ് ബുക്ക് അവൈലബിൾ ആണ്. മലയാളം ബുക്ക് ബുക്കായിട്ട് ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. കാര്യം മലയാളം ബുക്കിൻ്റെ വർക്ക്, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ചെയ്തു തന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫായിട്ടുള്ള മിഥുവാണ്. മിഥുവിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഐ ആം ലില്ലി ഇറ്റ്സ് എൻ ഇൻസ്പിറേഷണൽ നോവൽ. എഗെയിൻ ഒരു നമ്മളുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ, അർത്ഥതലങ്ങളെ വിവിധ ആംഗിളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ഒരു ബുക്കാണ്. തേർഡ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഹെവൻലി സീക്രട്സ്. അതിൽ മദർ മേരിയും 7 ആർക്കേഞ്ചൽസിനെയും പറ്റിയുമുള്ള ബുക്കാണ്. അപ്പോൾ ഈ 3 ബുക്കുകളും ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള ബുക്ക് മലയാളത്തിൽ അവൈലബിൾ ആണ്. അത് ഇതുവരെയും വാങ്ങിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ വിവിധ തരത്തിൽ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ, അതിൽ നല്ലത് ഏത് ചീത്ത ഏത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ ഇങ്ങനെ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കുമ്പോൾ ഞാൻ ഇയാളെ കോണ്ടാക്റ്റ് ചെയ്യണോ വേണ്ടയോ, എനിക്ക് ഒരു കൺസൾട്ടേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നമ്മളൊന്ന് 1 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കുന്ന സമയത്ത് ഓക്കെ ലെറ്റ്സ് പ്രൊസീഡ്, കോണ്ടാക്റ്റ് ചെയ്യാം. അങ്ങനെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പോകാമുള്ളൂ. അതല്ല എനിക്ക് സംശയമാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല, വേണോ, അങ്ങനെ ഒരു ഡൗട്ടിങ് മൈൻഡിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കോണ്ടാക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ 2 മെസ്സേജുകളുടെയും ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കേസ് യെസ് ലെറ്റ്സ് പ്രൊസീഡ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സംശയമാണ്, വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയമാണ്. നമുക്ക് ഈ മെസ്സേജ് വരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണമായിട്ട് സ്പിരിറ്റ് ഗൈഡ്സുകളും ദേവതകളും മാലാഖമാരും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമുക്കങ്ങനെ സ്പിരിറ്റ് ഗൈഡ് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളെപ്പോഴും ആക്ട് ചെയ്യാനായിട്ടും, ഒരു സെഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അത് വേണ്ടായിരുന്നു, അയാളെ കോണ്ടാക്റ്റ് ചെയ്യണ്ടായിരുന്നു മാഡം, കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളത് എന്നങ്ങനെ നിരവധിയായിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് ദൈനംദിനം വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനത്തെ സെഷൻസിലേക്കോ അല്ലെ എന്ത് ചക്ര ക്ലെൻസിങ് ആയിക്കോട്ടെ, റേക്കി പിടിക്കുന്നതായിക്കോട്ടെ, ടാരോ സെഷൻ ആയിക്കോട്ടെ, എന്ത് കേസാണെങ്കിലും നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് നമുക്കിത് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുന്നതാണ് ഉചിതം. കാര്യം പുറമേ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ല നിങ്ങൾ ആ വ്യക്തികളൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും. പ്രത്യേകിച്ചും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്ത്രീകൾക്കായിട്ടുള്ളൊരു മെസ്സേജും കൂടെ ആയിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ എടുക്കുക. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസൊന്നും നമുക്കങ്ങനെ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ എനിവേ ടേക്ക് കെയർ. അപ്പം നന്മയുണ്ടാവട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും നന്മയായിട്ട് മുന്നോട്ട് പോകുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, കൽക്കി.